മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകന് കൊമ്പുണ്ടോ സർ? എനിക്ക് അതാണ് സംശയം. കാരണം അദ്ദേഹം വരുന്നത് ചിത്രീകരിച്ച വീഡിയോ പകർത്തിയ ലേഖകനെതിരെ പരാതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അല്ല, അതിനകത്ത് എനിക്ക് മനസ്സിലായത് ഇപ്പോൾ പിണറായി വിജയൻ്റെ മകനായതുകൊണ്ട് ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല എന്നില്ല. ആൾക്ക് ക്ഷേത്രത്തിൽ പോകാനുള്ള അവകാശമുണ്ട്, വിവേകരുണ്ട്, ഉറപ്പായിട്ടും അമ്പലത്തിൽ വിവേകരൻ. പോകാനുള്ള അവകാശമുണ്ട്. അതെ. കാരണം വി എസ് അച്യുതാനന്ദൻ്റെ മകൻ എല്ലാ വർഷവും ശബരിമലയ്ക്ക് പോകുന്ന ആളാണ്. മറ്റേ വി എസിനെ കൊണ്ടുപോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ബാക്കി മിക്കവാറും എല്ലാവരും അദ്ദേഹം കൊണ്ടുപോയിട്ടുണ്ട്. അതേപോലെ തന്നെ മിക്കവാറും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ എല്ലാവരുടെയും മക്കൾ PMS പഴയ കാലത്ത് പഴനിക്ക് എവിടെ കണ്ടൊക്കെ പോയി. അത് അദ്ദേഹത്തിന് വേണ്ടി പോയതല്ല എന്നാണ് പറഞ്ഞത്, ഭാര്യയ്ക്ക് വേണ്ടി പോയതാണെന്ന് പറഞ്ഞു, ആര്യാന്തർജനത്തിന് വേണ്ടി പോയി എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെല്ലാവരും ഈ തരത്തിൽ സ്വന്തം ദേവാലയങ്ങളിൽ പോകുന്നവരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോൾ ഉള്ള റഹീമിന് നൊയമ്പുണ്ടെന്ന് എൻ്റെ ധാരണ, റംസാൻ കാലത്ത്. ആ, അതുണ്ടാകും. അപ്പോൾ അയാൾക്കുണ്ട്, മുഹമ്മദ് റിയാസിനുണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ പഴയ സ്പീക്കർക്കൊക്കെ ഇപ്പോഴത്തെ സ്പീക്കർക്കൊക്കെ നിയമമുണ്ടാവാൻ സാധ്യതയുള്ളവരാണ്. മറ്റേ നിയമസഭയിൽ സമയം പോലും ക്രമീകരിച്ചല്ലോ. സമയം പോലും ക്രമീകരിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇപ്പൊ നമുക്ക് അറിയാവുന്ന ഇപ്പോൾ സച്ചാർ കമ്മീഷന്റെ റിപ്പോർട്ട് വന്ന്, ആ റിപ്പോർട്ട് വന്ന സമയത്ത് മുസ്ലിങ്ങൾ മാപ്പിളമാർക്ക് മാത്രം കൊടുക്കണം എന്ന് പറഞ്ഞ സമയത്ത് എല്ലാ മുസ്ലിങ്ങൾക്കും കൊടുക്കണം എന്ന് പറഞ്ഞ് കൈയടിച്ച് പാസ്സാക്കിയാൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുണ്ട്, അത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് വന്നേ. അത് ഉമ്മൻചാണ്ടി സർക്കാരും കുഞ്ഞാലിക്കുട്ടിയും അതേപോലെ തന്നെ ഇപ്പോഴത്തെ ജയിലിൽ കിടക്കുന്ന അബൂബക്കർ എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ അന്നത്തെ ചെയർമാനും തമ്മിൽ അവിഹിതമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് എല്ലാ മുസ്ലിങ്ങൾക്കും സംവരണം 12%. അപ്പം അങ്ങനെയൊക്കെ നിലവിൽ കേരളത്തിൽ അങ്ങനത്തെ ഒരു സംവിധാനമുണ്ട്. അപ്പം അതുകൊണ്ട് വിവേക് കിരൺ അവിടെ ഗുരുവായൂർ പോയത് എനിക്കൊണ്ട് വലിയൊരു സംഭവമല്ല. അതുകൊണ്ട് തന്നെ വിവേക് കിരൺ അതിനകത്ത് ഫോട്ടോ എടുക്കാനുള്ള അവകാശം ജനചാനലുകാർക്കും ജന്മഭൂമിക്കാർക്കും ഒക്കെ ഉണ്ട്. എന്തുകൊണ്ട് എടുക്കാൻ പാടില്ല? എൻ്റെ ഒരു സംശയം കേട്ടോ, ഈ ഹൈന്ദവ ദർശനം അനുസരിച്ച് ഒരാള് വിശ്വസിക്കണമെന്നോ നിർബന്ധിച്ച് വിശ്വസിക്കേണ്ട അങ്ങനെ ഒന്നും നമ്മൾ പറയുന്നില്ല. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ മകനാണ്, മുഖ്യമന്ത്രിക്ക് വിശ്വാസമില്ലായിരിക്കാം, പക്ഷെ മുഖ്യമന്ത്രിയുടെ മകൻ പോകുന്നതിന് ആരും തടസ്സം പറയാനില്ല. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ മകൻ അവിടെ വരുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി കാണും, ആളുകൾക്ക് എല്ലാവർക്കും കാണും. അപ്പോൾ അവരത് പകർത്തും. ഇതിനു മുമ്പ് മകളും ഭാര്യയും തഞ്ചാവൂരിൽ ഒരു ക്ഷേത്രത്തിൽ പോയത് ഒരു മാധ്യമ പ്രവർത്തക പകർത്തിയിരുന്നു. അവരും ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഇതിനകത്ത് പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ പോകുന്ന ആളുടെ കളവാണ് പ്രശ്നം. ഞാൻ അവിടെ പോവും, ഞാൻ ഗുരുവായൂർ പോവും, ഞാൻ ശബരിമലയിൽ പോവും, പക്ഷെ മറ്റുള്ളവരെ അറിയാൻ പാടില്ല, ഞാൻ നിരീശ്വരവാദിയാണ് എന്ന് ധരിക്കുന്ന ആളുകളുണ്ട്. എനിക്ക് ഈ പറയുന്ന കക്ഷി വിവേകരൻ്റെ ഗണത്തിൽപ്പെട്ടാണെന്ന് സംശയമുണ്ട്. അല്ലെങ്കിൽ അയാളുടെ ഒരു പക്ഷെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവും, എൻ്റെ മകനെ ശബരിമല, കാരണം അച്ഛനാണല്ലോ പഴയ ഒരു മണ്ടത്തരം ചോദിച്ചത്, അവിടെയാണല്ലോ ഗുരുവായൂരപ്പൻ ഇരിക്കുന്നതെന്ന് ചോദിച്ചതാണ്. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ അതാണോ എന്ന് ചോദിച്ച നിരീശ്വരവാദിയാണെന്ന് സ്വയം സങ്കല്പിക്കുന്ന പിണറായി വിജയൻ. എനിക്ക് പിണറായി വിജയൻ നിരീശ്വരവാദി എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല കേട്ടോ. ഒരു വിവരം കെട്ടവനാണെന്ന് മാത്രമേ അഭിപ്രായമുള്ളൂ. ഒരു വിവരം കെട്ട അഹങ്കാരിയായിട്ടുള്ള ഒരു മനുഷ്യൻ എന്നുള്ളതിൻ്റെ അപ്പുറത്ത് നിരീശ്വരവാദത്തിൻ്റെ ഒരു 4 അക്ഷരം അദ്ദേഹത്തെ സംബന്ധിച്ച് നിശ്ചയമില്ല. കാരണം ഭാരതീയ ദർശനപ്രകാരം നമ്മൾ വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ചാർവാകന്മാർക്ക്. ചാർവാകൻ പണ്ഡിതനാണ്, ചാർവാകൻ നിരീശ്വരവാദിയാണ്, ഈശ്വരൻ അപ്പുറത്തുള്ള സങ്കല്പങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ആളാണ് ചാർവാകൻ. അതുകൊണ്ടാണ് സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ അയോധ്യയിലേക്ക് മടങ്ങി വന്ന് ലങ്കയിൽ നിന്ന് രാവണവധത്തിന് ശേഷം മടങ്ങി വന്ന് അയോധ്യയിൽ എത്തുന്ന സമയത്ത് ഭരതനോട് ചോദിക്കുന്നത്, ഇവിടെ ചാർവാകന്മാർക്ക് സുഖമല്ലേ എന്നാണ് ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ ഈശ്വര നിഷേധികളായിരിക്കുന്ന, ഈശ്വര വിശ്വാസികളായിരിക്കുന്ന ആളുകൾക്ക് പോലും വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പാരമ്പര്യം ഭാരതത്തിൽ അയോധ്യയെ സംബന്ധിച്ചുണ്ടായിരുന്നു. അത് ശ്രീരാമചന്ദ്രൻ ഭരതനോട് ചോദിക്കുന്നതിലൂടെ നമുക്ക് ബോധ്യം വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്നുള്ള പ്രശ്നമല്ല. ഇതിപ്പോൾ ആദ്യത്തെ സംഭവമൊന്നുമല്ല. പഴയ കാലത്തിൽ രസകരമായിട്ടുള്ള സംഭവം MV പൈലി സാർ മാതൃഭൂമി വാരികയിൽ 1969 എഴുതിയെന്ന് എൻ്റെ ഓർമ്മ. അതിനകത്ത് അദ്ദേഹം പറഞ്ഞ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആളുകൾക്ക് ഇവിടുന്ന് 1965 അമേരിക്കക്കാർ ഇവിടേക്ക് പോയല്ലോ, ചന്ദ്രനിലേക്ക് പോയി. ആ ചന്ദ്രനിലേക്ക് പോയിട്ടുള്ള ആളുകൾ മടങ്ങി വന്ന് ലോകത്തിൽ വിവിധ രാജ്യങ്ങളിൽ അവർക്ക് സ്വീകരണം കൊടുത്തു. അവർക്ക് വത്തിക്കാനിൽ സ്വീകരണം കൊടുത്തപ്പോൾ അന്നത്തെ മാർപ്പാപ്പ ഉണ്ടായിരുന്നു. മാർപ്പാപ്പ ഇവരോട് ചോദിച്ച്, നീ ഇങ്ങനെ ചന്ദ്രനിൽ പോയി എന്ന് ചോദിച്ചു. അവിടെ ചെന്നപ്പോൾ കർത്താവിനെ കണ്ടു എന്ന് ചോദിച്ചു. അപ്പോൾ ഇവരോട് ഞങ്ങൾ കണ്ടില്ല എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, കാണില്ല എന്നുള്ളത് എനിക്കറിയാം, എന്നാൽ നിങ്ങൾ ഇവരാരോടും പറയണ്ടെന്ന് പറഞ്ഞു. അവരോടനെ അതിനുശേഷം നേരെ റഷ്യയിലേക്ക് പോയി. ആ റഷ്യയിൽ ചെന്നിട്ട് റഷ്യൻ പ്രസിഡന്റിനെ കണ്ടു. റഷ്യൻ പ്രസിഡന്റ് ചോദിച്ചു ഇവരോട്, നിങ്ങൾ അവിടെ ചെന്ന സമയത്ത് ഈശ്വരനെ കണ്ടില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, അങ്ങനെ എങ്ങനെ പറയാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വത്തിക്കാനിൽ മാർപ്പാപ്പ വേറെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വിവരം കണ്ടില്ല എന്നുള്ളത് നിങ്ങൾ എവിടെ പോയിട്ടും പറയരുതെന്ന് പറഞ്ഞു. ഇത് ഓർമ്മ വച്ചിട്ട് ഇവർ പറഞ്ഞു, ഞങ്ങൾ കണ്ടു എന്നുള്ള മട്ടിൽ എങ്ങനെ പറഞ്ഞു, കണ്ടില്ല എന്ന് പറഞ്ഞില്ല, കണ്ടു എന്നുള്ള മട്ടിൽ പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ റഷ്യയുടെ പ്രസിഡന്റ് അക്കാലത്ത് പറഞ്ഞത്, കാണാൻ സാധ്യതയുണ്ട്, ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല,
പക്ഷേ ഈ കണ്ടവർ നിങ്ങൾ ആരോടും പറയരുതെന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഈ രണ്ട് കൂട്ടരെ സംബന്ധിച്ചും സ്വന്തം കാര്യങ്ങളിൽ യാതൊരു വിശ്വാസമില്ലാത്തവരാണ്. വത്തിക്കാനിലെ മാർപ്പാപ്പയായിക്കോട്ടെ, ക്രൈസ്തവ സഭാ നേതൃത്വമായിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരായിക്കോട്ടെ. കേരളത്തിൽ എങ്ങനെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്ന. കേരളത്തിൽ നനഞ്ഞ വസ്ത്രമുടുത്തുകൊണ്ട് ലളിതാ സഹസ്രനാമം ജപിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ താത്വിക ആചാര്യനായിരുന്ന വായനക്കാരനായിരിക്കുന്ന ആള് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ്. ഞാൻ പേര് ഞാൻ പറയുന്നില്ല, അവരാളുകൾ കണ്ടുപിടിക്കട്ടെ. ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താത്വിക ആചാര്യനായിരിക്കുന്ന, ചിന്തകനായിരിക്കുന്ന, വായനക്കാരനായിരിക്കുന്ന ഒരു മഹാപണ്ഡിതൻ എല്ലാ ദിവസവും ലളിതാ സഹസ്രനാമം ജപിക്കും. ആ ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് നനഞ്ഞ വസ്ത്രമെടുത്തുകൊണ്ടാണ്, തോർത്തെടുത്തുകൊണ്ടാണ് ജപിക്കുക. അത്രയ്ക്ക് വിശ്വാസിയാണ്. കാരണം താൻ പിന്നെ പറയാൻ പോകുന്ന കാര്യങ്ങൾ നാസ്തികമായിരിക്കുന്ന കാര്യങ്ങൾ താൻ ചെയ്യുന്നതിന് വേണ്ടി ചെയ്യുന്ന സമയത്ത് എന്നോട് ഭഗവാനെ പുറത്തേക്കണേ, അമ്മയെ പുറത്തേക്കണേ, ദേവി എന്ന് ആദ്യം പ്രാർത്ഥിച്ചിട്ടാണ് ഈ പറയുന്ന മഹാൻ പോകുന്നത്. സമാനമായിട്ടുള്ള രീതിയിലാണ് പിണറായി വിജയനും. പിണറായി വിജയൻ, ഞാൻ മനസ്സിലാക്കുന്ന പിണറായി വിജയൻ എന്ന് പറയുന്നാൽ ഈശ്വരിൽ വിശ്വാസമുണ്ട്, ഒരു ഭീരുവാണ്, ഒരു കളങ്കിതനാണ്, ഒരു കാപട്യക്കാരനാണ്. അതിൻ്റെ പേരിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈശ്വര വിശ്വാസം ഇല്ലാന്നൊക്കെ ഇയാൾ പറയുമെങ്കിലും ഇയാൾ മകനെ പറഞ്ഞയക്കും, ഇയാൾ മകളെ പറഞ്ഞയക്കും, ഇയാൾ ഭാര്യയെ പറഞ്ഞയക്കും. അതുകൊണ്ടാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കാലത്ത് സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ഒരാള് അവിടെ എന്താ അമ്പലത്തിന്റെ പേര്, വളാഞ്ചേരിക്കടുത്തുള്ള മലപ്പുറം ജില്ലയിലെ ദേവീക്ഷേത്രമുണ്ട്. അവിടെ പോയി ഞാൻ ക്ഷേത്രത്തിൽ വരിയാൻ പെട്ടെന്ന് വിട്ടുപോയി. ആ ദേവീക്ഷേത്രത്തിൽ പോയിട്ട് ശത്രുസംഹാര പൂജ നടത്തി, അവിടെ പുഷ്പാഞ്ജലി നടത്തി. അതിനുശേഷം അതിന്റെ ചരട് സ്വന്തം കഴുത്തിൽ കെട്ടിയിരിക്കുന്ന ആള് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിന്റെ സെക്രട്ടറി ആയിരുന്നു. ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമല്ലേ? അപ്പൊ അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാർ നാസ്തികരാണ് എന്നുള്ള വിശ്വാസം എനിക്കില്ല. പക്ഷെ ഭീരുക്കളാണെന്ന് എനിക്കറിയാം. ഭീരുക്കളാണ്, അതുകൊണ്ട് തനിക്ക് ഈശ്വര വിശ്വാസം ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ധൈര്യമില്ലാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. പാർട്ടി അവരുടെ ഉപജീവന മാർഗമായതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു പോളിസിയിലേക്ക് വരേണ്ടി വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അത് സത്യത്തിൽ അതാണ്. ഈ അവരെ സംബന്ധിച്ച് കമ്മ്യൂണിസം എന്ന് പറയുന്നത് കേരളത്തിലെ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും പി കൃഷ്ണപിള്ളയ്ക്കും എം ശങ്കരൻ നമ്പൂതിരിപ്പാടിനും എന്നീ ബലറാമിനും അടക്കമുള്ള മുഴുവൻ ആളുകളെ സംബന്ധിച്ച് ഇതൊരു ഉപജീവന മാർഗം മാത്രമാണ്. സാർ, അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞെടുത്തേക്ക് വന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം വിശ്വാസി ആയിക്കോട്ടെ ആകാതിരുന്നോട്ടെ, അത് വേറൊരു വശം. പക്ഷേ മകന് വിശ്വാസമുണ്ട്, മകൻ അമ്പലത്തിലേക്ക് വരുന്നു. ഇതൊരു രാഷ്ട്രീയ സന്ദർശനമാക്കി മാറ്റാനായിട്ട് സാധ്യതയുണ്ടായിരുന്നു എന്നുള്ള ഒരു വിലയിരുത്തൽ വരുന്നുണ്ട് ഇവിടെ. ഇത് രാഷ്ട്രീയ സന്ദർശനമാകുന്നത് എങ്ങനെയാണ്? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകനായിക്കോട്ടെ, ഇനി മോഹൻലാലിന്റെ മകനായിക്കോട്ടെ, വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളിൽ വാർത്ത വരും, ഇന്നയിടത്ത് ഇന്നയാള് വന്നു എന്നുള്ളത് പറയും. അതിനെ വളച്ചൊടിക്കാൻ പോകുന്നത് എന്തിനാണ്? അല്ലെ, ഏതാണെങ്കിലും വേറെ വസ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാർത്തയ്ക്ക് ഒരു ദിവസം ആയസേ ഉള്ളൂ. ഇദ്ദേഹത്തിന്റെ മകൻ വിവേക് കിരൺ അവിടെ ഗുരുവായൂർ അമ്പലത്തിൽ ഒന്ന് തൊഴുതു മടങ്ങിപ്പോയി എന്നുള്ളത് ഒരൊറ്റ ദിവസത്തെ വാർത്തയ്ക്കുള്ള പ്രാധാന്യമുള്ളൂ. അതിനെക്കുറിച്ചൊരു ചർച്ചയ്ക്കുള്ള യാതൊരു സ്കോപ്പും ഇല്ല. ചർച്ചയ്ക്ക് പ്രാധാന്യം വരുന്നത് പലപ്പോഴും ഈ തരത്തിൽപ്പെട്ട ഫോട്ടോ എടുക്കുന്ന നിഷേധിക്കുന്നു, ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ പരാതി കൊടുക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്തിനാണ് ഇയാൾ ഗുരുവായൂർ വന്നതെന്നുള്ളതാണ് പ്രശ്നം. എന്നെ അലട്ടുന്നൊരു പ്രശ്നം, ഈ കടകംപള്ളി സുരേന്ദ്രനും അതേപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരൊക്കെ ശബരിമലയിലേക്ക് പോയിരുന്നു. അവർ പോയിട്ട് അവരാരും തൊഴുതില്ല. അവരെല്ലാവരും ചെയ്ത് അവിടെയുള്ള വിഗ്രഹങ്ങളിലേക്ക് അവർ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. വിഗ്രഹത്തിലെ സ്വർണ്ണങ്ങളിലേക്ക് നോക്കുകയായിരുന്നു, വാതിൽപ്പടികളിലേക്ക് അവർ നോക്കുകയായിരുന്നു, ദ്വാരപാലകന്മാരിലേക്ക് അവർ നോക്കുകയായിരുന്നു. ഈ തരം കലാപരിപാടിക്ക് വേണ്ടിയിട്ടാണ് വിവേക് കിരൺ അവിടെ പോയത് എന്നുള്ള സംശയം എനിക്കുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒരുപക്ഷെ ഇയാൾ നാസ്തികനാണെങ്കിൽ മോഷണത്തിന് പോയതാണ്, ഇയാൾ നാസ്തികനല്ല ഈശ്വരവിശ്വാസിയാണെങ്കിൽ തൊഴാൻ പോയതാണ്. തൊഴാൻ പോയിട്ട് ഒരാളെ സംബന്ധിച്ച് എന്തിനാണെങ്കിലും ഭീരുവാകുന്ന കാപട്യമുള്ളതിൻ്റെ പേരിലാണ്, കളവുള്ളതിൻ്റെ പേരിലാണ്. ജന്മനാ കളവുള്ള കുടുംബത്തിലാണ് ഇയാൾ ജനിച്ചിട്ടുള്ളത്, ജന്മനാ കളവുള്ള പ്രസ്ഥാനത്തിലാണ് ഇയാൾ ജീവിക്കുന്നത്. അതുകൊണ്ടുള്ള ഭയപ്പാടാണോ എന്നുള്ളത് എനിക്കറിയില്ല. ഏതാണെങ്കിലും ഈ ഭയം ഇയാളുടെ കൂടപ്പിറപ്പായിട്ട് കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ കാരണം ഇയാൾ എന്തിനൊക്കെയോ മറച്ചു വെക്കുന്നുണ്ടെന്നുള്ളതാണ്. ഈ ദേവസ്വം ബോർഡിന്റെ അടുത്ത നീക്കവും രസകരമാണ്. ക്ഷേത്രത്തിനകത്ത് വീഡിയോ ചിത്രീകരണത്തിന് ഹൈക്കോടതിയുടെ വിലക്കുണ്ട്. ഈ വിലക്ക് ലംഘിച്ചിരിക്കുന്നു എന്ന്, അത് ലംഘിച്ച് ദൃശ്യങ്ങൾ പകർത്തി എന്നത് പോലീസിൽ പരാതി നൽകാനാണ് ബോർഡ് ആലോചിക്കുന്നത്. കാരണം ബോർഡിലിരിക്കുന്ന ആരാ? ഏതൊരു മന്ദബുദ്ധിയെ ഇപ്പം എന്തായാലും ഒരു ഗോവിന്ദദാസോ മറുകണ്ഠം ചാടി വന്ന കക്ഷിയാ. അയാൾക്ക് ഈ പറയുന്ന ക്ഷേത്രത്തെ സംബന്ധിച്ച് അയക്കാൻ എന്താ വിവരമുള്ളത്? ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് വിവരമില്ലാത്ത ചില ആളുകൾ, അമ്പലത്തിൽ വരുന്ന ആളുകളുടെ പടം പുറത്തു വെച്ചെടുത്താലും മതി. പുറത്തു വെച്ചെടുത്താൽ അയാളുടെ വേഷവിധാനങ്ങളൊക്കെ കണ്ട, ഞാൻ മാധ്യമങ്ങളുടെ അയാളുടെ പടം കണ്ടു, വിവേകരൻ്റെ പടം കണ്ടു. അയാളുടെ പടം കണ്ട സമയത്ത് അയാൾ അമ്പലത്തിൽ തൊഴാമെന്ന, അല്ലാണ്ട് അയാളവിടെ വേറെ കപ്പ പറിക്കാമെന്നാന്നുള്ളത് നമുക്കാർക്കും തോന്നില്ല. അല്ലെങ്കിൽ അയാൾ ഷോപ്പിങ്ങിനൊന്നാന്ന് തോന്നില്ല.
മറിച്ച് അമ്പലത്തിൽ വന്നാണെന്ന് തോന്നുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ എടുത്ത് പ്രദർശിപ്പിക്കാൻ അധികാരം ആളുകളെ സംബന്ധിച്ചുണ്ട്. അത് ചെയ്തു. ഇവരെന്തിനാണ് ഈ സുതാര്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യത്തിന് മറച്ചു പിടിക്കേണ്ട ഇത് അവിടെയാണ് കമ്മ്യൂണിസത്തിന്റെ പ്രസക്തി. ഏത് സത്യമായിട്ടുള്ള വസ്തുതയും കപടതയോടുകൂടി കൊണ്ട് ഇല്ലായ്മയിൽ നിന്ന് മാത്രം പ്രതികരിക്കുന്ന അതിന് വലിയ പ്രചാരം കൊടുക്കുന്ന ഒരു സംവിധാനത്തിന്റെ പേരാണ് കമ്മ്യൂണിസം. ഈ കാപട്യമാണ് കമ്മ്യൂണിസം. അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായിട്ട് പിണറായി വിജയൻ അമ്പലത്തിൽ പോയിട്ട് ആ കിഴങ്ങൻ അറിയാലോ, സത്യത്തിൽ ഞാൻ കിഴങ്ങൻ എന്നുള്ള വാക്കിനെ ഉപയോഗിക്കട്ടെ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയൊക്കെയാണ്, അവിടെ ഇരുന്നിട്ട് അയാൾ നോക്കിയിട്ട് അവിടെയാണോ ആ വെളിച്ചം കണ്ണെടുത്താണോ അങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നത് ശുദ്ധ പമ്പര മണ്ടത്തരമാണ്. ഒരു മുഖ്യമന്ത്രി അത്തരത്തിൽ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ മുഖ്യമന്ത്രി നമ്മൾ ഏത് പദപ്രയോഗം നടത്താനും നമ്മൾ ഇവിടുത്തെ ഈശ്വര വിശ്വാസികൾ തയ്യാറാവും. ആ തരത്തിലെ വാക്കുകളൊന്നും അദ്ദേഹം ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ മകനെ സംബന്ധിച്ചുള്ളത്. ഇവിടെ കാപട്യമാണ്. ജനൻ TV റിപ്പോർട്ടർ എന്നുള്ളതായിരിക്കും ഇവരെ പ്രകോപിപ്പിച്ചിട്ടുണ്ടാവുക. ഇവരെ സംബന്ധിച്ച് ജനൻ TV ആണ്, വേറെ ആരും വരാൻ വഴിയില്ലല്ലോ. ബാക്കിയെല്ലാം മതേതര മാധ്യമങ്ങളല്ലേ. മാതൃഭൂമി, മനോരമ, ഏഷ്യാനെറ്റ് തുടങ്ങിയ എല്ലാ മതേതര മാധ്യമങ്ങൾക്ക് ഇത്തരം വാർത്തകൾ കൊടുക്കാൻ പാടില്ല. അവർക്ക് എങ്ങനെ അമ്പലത്തിൽ പോകുന്ന വാർത്ത കൊടുക്കുക? അവർ പഴയകാലത്ത് ശബരിമലയിൽ യുവതീ പ്രവേശനത്തിന് വേണ്ടി ചില ആളുകൾ തിക്കിത്തിരക്കി കൊണ്ടുവന്നല്ലോ പോലീസുകാർ. ആ വാർത്ത കാര്യമായിട്ട് ഇവരാരും അന്ന് കൊടുത്തില്ലല്ലോ. ശബരിമലയിലെ വാർത്തകൾ ഒരു വ്യാപകമായിട്ട് കൊടുത്തില്ലല്ലോ. കൊടുക്കാതിരിക്കാൻ കാരണം അവരൊക്കെ മതേതരത്വത്തിൻ്റെ സന്തതികളാണ്. മതേതര സന്തതികൾക്ക് ഇതൊക്കെ കൊടുക്കൽ വർജിതമാണ് അവരെ സംബന്ധിച്ച്. അതുകൊണ്ട് അവരെ വാർത്ത കൊടുത്തില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ജന്മഭൂമി ദിനപത്രവും മറ്റേ ചാനലും ഒക്കെ അതൊന്നും മതേതരവാദികളുടെ അല്ല. അതിനകത്തൊക്കെ വർഗീയതയുണ്ട്. ഇവരുടെ ഭാഷയിൽ വർഗീയതയുണ്ട്. ഈ വർഗീയത കേരളത്വത്തിൻ്റെ സ്വത്വത്തെ ഉണർത്തുന്നതാണ്. ആ സ്വത്വത്തെ ഉണർത്തുന്ന സംവിധാനത്തിൻ്റെ പ്രതീകം എന്ന നിലയ്ക്ക് അവർക്ക് ഈ വാർത്തയും ഫോട്ടോയും കൊടുക്കാനുള്ള ആർജവുമുണ്ട്, തൻ്റെ ഇടമുണ്ട്, കെൽപ്പുണ്ട്, ത്രാണിയുമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വാർത്ത കൊടുത്തു. ആ വാർത്തയിൽ ഞെട്ടാനും അതിനെ അവഹേളിക്കാനൊക്കെയുള്ള എല്ലാ സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ള തിരിച്ചറിവോട് കൂടിയിട്ട് ഈ തിരിച്ചറിവ് വാസ്തവത്തിൽ കമ്മ്യൂണിസത്തിന് സത്യസന്ധമായിട്ടുള്ള ജീവിത രീതിയിലേക്ക് പോകാനായിട്ടുള്ള ഒരു കെൽപ്പുണ്ടാവട്ടെ എന്ന് മാത്രമാണ് എൻ്റെ ഗുരുവായൂരപ്പനോടുള്ള പ്രാർത്ഥന.